കോഴിക്കോട് ഇതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാം ഘട്ടമാണ്. പൊന്നാനിയുടെ മറുഭാഗമാണ് കോഴിക്കോട്. മറുഭാഗം എന്ന് വെച്ചാൽ അതേ തരത്തിലുള്ള ഒരു സംഗതിയാണ് ഇവർ ശ്രമിക്കുന്നത്. ഇളവര കരീമിനെയാണ് ഫീൽഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കരീമിൻ ഈ പറഞ്ഞ പോലെയുള്ള ഇവിടെ ഹംസയ്ക്ക് കിട്ടുന്ന പോലെ EK സുന്നി, AP സുന്നി, പോപ്പുലർ ഫ്രണ്ട് ഇതുപോലുള്ള എല്ലാ സ്പ്ലിൻഡർ ഗ്രൂപ്പുകളുടെയും വോട്ട്, ലീഗ് ഇതര മുസ്ലിം വോട്ടുകളെല്ലാം സമാഹരിക്കുക. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പരമ്പരാഗത വോട്ട് കൂടി കിട്ടി ജയിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷേ MK രാഘവൻ എന്ന UDF സ്ഥാനാർത്ഥി മറുഭാഗത്ത് അതിശക്തമായിട്ട് നിൽക്കുകയാണ്. MT രമേശും ഉണ്ട്. MT രമേശും ഉണ്ട്. അതൊരു BJP കുറേ വോട്ട് എന്തായാലും BJPക്ക് വളരെയധികം വോട്ടുള്ള സ്ഥലമാണ്. നമ്മൾ വിചാരിക്കണ പോലെയല്ല. BJPക്ക് പരമ്പരാഗതമായിട്ട് വോട്ട് കൂടുതലുള്ള സ്ഥലമാണ്. മലബാർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ വോട്ടുള്ള സ്ഥലമാണ് കോഴിക്കോട്. ആ വോട്ടുകൾ അവിടെ ഉണ്ട്. അത് പുറമെ ഈ ഘടകങ്ങൾ കൂടി വരുമ്പോൾ രാഘവന് വലിയ ഫൈറ്റായിരിക്കും. ഒരു ഭാഗത്ത് കരീം, ഒരു ഭാഗത്ത് രമേശ്. BJPയുടെ വോട്ട് കൂടുന്തോറും രാഘവൻ്റെ ആയിരിക്കും അത് രാഘവനെ കൂടുതലായിട്ട് ബാധിക്കാം. അത് പല സാഹചര്യത്തിൽ നിന്ന് വരും. സത്യം പറഞ്ഞാൽ വടകര കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം CPM കാരുള്ള മണ്ഡലമാണ് കോഴിക്കോട്. വടകര ആകുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ വടകരയിൽ മുരളീധരൻ നിസ്സാരമായിട്ട് ജയിക്കുമായിരുന്നു. മുരളീധരൻ 5 കൊല്ലമായിട്ട് അവിടെ ഉണ്ട്. പിന്നെ മറ്റ് പല സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഷാഫി പറമ്പിലും മോശം സ്ഥാനാർത്ഥിയൊന്നുമില്ല, ഗംഭീര സ്ഥാനാർത്ഥിയാണ്. ഒരു കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഇറക്കി വിട്ടാൽ അയാൾ വന്നപ്പോൾ തന്നെ ഉണ്ടായ ഒരു വലിയ വികാര പ്രകടനം കണ്ടില്ലേ, അത് തീർച്ചയായിട്ടും ഒരു ഘടകം തന്നെ. ശൈലജ ടീച്ചറുടെ കരിസ്മ ഇട്ടത് മാത്രമല്ല, വടകര ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ്. ഏറ്റവും അധികം ഇടതുപക്ഷക്കാരുള്ള മണ്ഡലമാണ് വടകര. ഏറ്റവും അധികം CPM കാരുള്ള മണ്ഡലമാണ് വടകര. ആ വടകരയിൽ വന്നിറങ്ങുന്ന സ്ഥാനാർത്ഥി ഷാഫിയാണ്. അപ്പോൾ ഷാഫിയെ സംബന്ധിച്ചിടത്തോളം വലിയ മത്സരം ഉണ്ടാക്കാൻ പുള്ളിക്ക് സാധിക്കും. ചന്ദ്രശേഖരനാണെങ്കിൽ വിജയം ഏതാണ്ട് സുനിശ്ചിതമായിരുന്നു. ചന്ദ്രശേഖരന് വധം അടക്കമുള്ള വിഷയങ്ങൾ വൈകാരികമായിട്ട് അവിടെ ഉണ്ട്. അതും ഈ അടുത്ത കാലത്ത് വന്ന കോടതി വിധി, അത് വീണ്ടും ഈ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഷാഫിക്ക് എങ്ങനെ ഗുണകരമാണ്. ടീച്ചറിനോടുള്ള ഒരു കേരളത്തിൻ്റെ ഒരു ടീച്ചറിനോട് പൊതുവേ ഒരു അതാ ഞാൻ പറഞ്ഞത്. ടീച്ചർ ഇപ്പോൾ കേരളത്തിൽ ഫീൽഡ് ചെയ്യാവുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായിട്ടും ആ ഒരു സൗകര്യമുണ്ട്. ടീച്ചറാണ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ്. ടീച്ചറല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നതിൽ കാര്യമില്ലായിരുന്നു. മുരളീധരൻ മത്സരിക്കുന്നു, ടീച്ചറല്ല വേറെ ഏതെങ്കിലും ഒരു CPM സ്ഥാനാർത്ഥിയായിരുന്നു എങ്കിൽ അത് നിസ്സാരമായിട്ട് ജയിക്കുന്നത്. അപ്പോൾ ടീച്ചറെ ഫീൽഡ് ചെയ്യുന്നു, ടീച്ചർ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നു എന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഷാഫി ഒരു സ്ഥാനാർത്ഥി മാറുക കുടിച്ചു. പിന്നെ ടീച്ചറെ എങ്ങനെ വിജയിപ്പിക്കും? അവിടെ ഷാഫിക്ക് വേറെ സിദ്ധിക്കായിരുന്നെങ്കിൽ ടീച്ചർക്ക് ജയിക്കാൻ അല്ല, ടീച്ചറിനെ വിജയിപ്പിച്ച് എങ്ങനെ വിജയിപ്പിക്കാൻ വേറെ ചില ആൾക്കാരുടെ ആഗ്രഹമാണ്. കാരണം പുള്ളി പാർലമെന്റിലേക്ക് വിടാൻ വേണ്ടി കണ്ണൂരിലേക്ക് പോകുമ്പോൾ കണ്ണൂരിൽ K. സുധാകരൻ ശക്തമാണ്. പക്ഷേ എന്നാലും കഴിഞ്ഞ തവണത്തെ ഒരു മേൽക്കൈ അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കഴിഞ്ഞ തവണ ഈ രാഹുൽ ഗാന്ധി വന്ന ഇമ്പാക്റ്റ് ഉണ്ടായിരുന്നു. ന്യൂനപക്ഷ വോട്ടുകളുടെ ഭയങ്കരമായ കേന്ദ്രീകരണം ഉണ്ടായിരുന്നു. K. സുധാകരൻ എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായ സ്ഥാനാർത്ഥിയുമാണ്. അപ്പോൾ ഈ എല്ലാ ഘടകങ്ങളോടും ഒരുമിച്ച് വന്നപ്പോഴാണ് സുധാകരൻ ജയിച്ചത്. ഇത്തവണ ഈ നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ ഇല്ല. പിന്നെ ഇച്ചിരി നെഗറ്റീവായി, കുറച്ച് നെഗറ്റീവ് വരും. ഇത് വളരെ മാർജിനലായിട്ടുള്ളൊരു മണ്ഡലമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്. പുള്ളിയുടെ വായിന്ന് വന്ന ഡയലോഗ്, പുള്ളി പറയുന്ന പല കാര്യങ്ങളും ഇങ്ങനെ കുറച്ച് അതുകൊണ്ട് വലിയ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ. CPM-നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ നിലയ്ക്ക് വടകരയെക്കാളും ജയസാധ്യത കണ്ണൂരാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ കണ്ണൂർ രാഷ്ട്രീയമായിട്ട് UDF-ന് നല്ല അടിത്തറയുള്ള സ്ഥലമാണ് കണ്ണൂർ നഗരമണ്ഡലം. അതുപോലെ തന്നെ പേരാവൂർ, ഇരിക്കൂർ എന്നൊക്കെ പറഞ്ഞാൽ ഈ വലിയ കുടിയേറ്റ മേഖലകൾ, അവിടെയൊക്കെ കോൺഗ്രസിന് നല്ല മേൽക്കൈയുണ്ട്. അതേപോലെ പാർട്ടി ഗ്രാമങ്ങളും ഉള്ള സ്ഥലമാണ്. കാസർഗോഡിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ കാസർഗോഡ് BJP ശക്തമാണ്. പ്രത്യേകിച്ച് അത്യുത്തര കേരളം, മഞ്ചേശ്വരം, കാസർഗോഡ് ഭാഗത്ത്. പക്ഷേ മറ്റ് ഭാഗങ്ങളിൽ BJP അത്ര ശക്തമല്ല. CPM ഈ നേരത്തെ പറഞ്ഞ ഭാഗത്ത് ദുർബലമാണ്. അവർ 3-ാം സ്ഥാനത്തും. കോൺഗ്രസ്, ലീഗ് എല്ലായിടത്തും ഉണ്ട്. ലീഗിൻ്റെ വോട്ടാണ് പ്രധാനം മഞ്ചേശ്വരത്തും കാസർഗോഡും. അതെ. പിന്നെ ലീഗ് കോൺഗ്രസ് വോട്ടുകളുടെ ഒരു ഏകീകരണം. രാജ്ഭവൻ ഉണ്ണിത്താൻ നല്ല സ്ഥാനാർത്ഥിയാണ്. 5 കൊല്ലമായിട്ട് അവിടെ ഉണ്ട്. ഇങ്ങനത്തെ MP-മാരെ അവർ ഇതുവരെ കണ്ടിട്ടില്ല. സാധാരണ ഒരിക്കലും ഒരാൾ ജയിച്ചു പോയാൽ പിന്നെ അയാളെ കാണിക്കാൻ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ സാധിക്കുള്ളൂ. പുള്ളി മണ്ഡലത്തിൽ തന്നെ 5 കൊല്ലമായിട്ട് അവിടെ സ്ഥിരതാമസമാണെന്ന് മാത്രമല്ല കാസർഗോട്ടുകാർ അദ്ദേഹത്തെ ഉണ്ണിച്ച എന്നാണ് വിളിക്കുന്നത്. പറഞ്ഞ പോലെ BJP ഒരു ഘടകമാണ്. പക്ഷേ BJP-യുടെ വോട്ടെന്ന് പറഞ്ഞാൽ അവിടെ പ്രധാനമായിട്ട് നമ്മുടെ ഇവിടുത്തെ പോലെ സവർണ, നായർ അങ്ങനത്തെ വോട്ടുകളല്ല. അവിടെ ഈ തുളു, കന്നഡ ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് BJP-യുടെ. അത് മംഗലാപുരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമുള്ളൂ. കർണാടകത്തിൻ്റെ ഒരു രാഷ്ട്രീയമാണ് ഈ മംഗലാപുരത്തുനിന്ന് പിന്നെ മഞ്ചേശ്വരത്തും
കാസർഗോഡ് ഒരു മോദി എല്ലാവരും effect മോഡി അവിടെ എഫക്റ്റ് അവിടെ ഉണ്ടോ? അല്ല, രാജ്യം ശ്രദ്ധിക്കുന്ന മണ്ഡലം കൂടെ ഉണ്ടല്ലോ ഇനി വയനാട്. രാജ്യം ശ്രദ്ധിക്കുന്ന മണ്ഡലത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ മത്സരമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നല്ല. ഇല്ല, ജനവിരുദ്ധ വികാരം ഏറ്റവും കൂടുതലുണ്ട് ഇപ്പം. ഏതാ അത് ഗവൺമെന്റിന്റെ ഗവൺമെന്റ് ഭയങ്കര വികാരമുണ്ട്. കാട്ടാന ആക്രമണം മുതൽക്ക് കാട്ടുപോത്ത് ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളുമായിട്ടാണ് ഇപ്പോൾ സർക്കാരിന് ആനി രാജയ്ക്ക് മത്സരിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് രാഹുൽ ഗാന്ധി. അവിടെ സിദ്ധാർത്ഥിന്റെ വയനാട്ടിലെ സിദ്ധാർത്ഥിന്റെ മരണമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ പൊതുവിൽ നോക്കുമ്പോൾ ഈ 19 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം നേടിയ 19 സീറ്റ് എന്ന് പറയുന്നത് ആരെയും മോഹിപ്പിക്കുന്ന ഒരു, അവരെ പോലും അത്ഭുതപ്പെടുത്തിയ ഒരു, അത് വളരെ കൂടുതലാണ്. സത്യത്തിൽ അവർ അർഹിക്കുന്നേക്കാൾ വലിയ വിജയമാണ് കിട്ടിയത്. അല്ല ഇപ്രാവശ്യം ഒരു 15 സീറ്റിൽ കുറയാതെ അവർക്ക് ജയിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കണക്കുകളുടെ കളിയിൽ പിന്നിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടി സംസ്ഥാന നേതൃസ്ഥാനത്ത് എന്തെങ്കിലും അഴിച്ചുപണിക്ക് സാധ്യത? അല്ല, പാർട്ടി നേതൃസ്ഥാനത്ത് അഴിച്ചുപണി വന്നതും ഇതും തമ്മിൽ വലിയ ബന്ധം ഉണ്ടാവില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിനേക്കാൾ വലിയ പരാജയമായിരിക്കും മറ്റ് സംസ്ഥാനങ്ങളുണ്ടാവും. 20-ൽ 15 സീറ്റ് അല്ലെങ്കിൽ 14 സീറ്റ് ജയിച്ചു എന്ന് വെച്ചാൽ വേറെ ഏത് സംസ്ഥാനത്ത് ജയിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കും. ഏറ്റവും വലിയ കർണാടകത്തിൽ ജയിക്കാൻ പറ്റും.